ഹലോ സുസാമൻ, നമ്മൾ ഇന്ന് നോക്കാൻ പോണത് എങ്ങനെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നാണ്. സിഷ് ഫോർസ്റ്റലൻ ആണ്. നമുക്കറിയാം ആ അയൻസിൽ നമ്മുടെ ഒരു ടൈലാണ് എന്താ സിഷ് ഫോർസ്റ്റലൻ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലോ എവിടെയാണെങ്കിലും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സിഷ് ഫോർസ്റ്റലൻ. അപ്പോൾ നമുക്ക് എങ്ങനെ സിഷ് ഫോർസ്റ്റലൻ ചെയ്യാമെന്ന് നോക്കിയാലോ? വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിങ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. നമ്മൾ ഫസ്റ്റ് ഗ്രീറ്റിംഗ് ചെയ്യണം. എങ്ങനെ? ഗുട്ടൻ ടാഗ് എന്ന് പറയണം. അതിനുശേഷം നമ്മൾ ആരാന്നുള്ള കാര്യമാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ ഹൈസെ ദുർഗ സന്തോഷ്, അല്ലെങ്കിൽ മൈ നാമെ ഇസ്റ്റ് ദുർഗ സന്തോഷ് പറയാം, അല്ലെങ്കിൽ ഇഹ് ബിൻ ദുർഗ സന്തോഷ് പറയാം. ഇതിൽ കുറച്ചുകൂടി നല്ലത് ഈ ഹൈസയും മൈ നാമയും ആയിരിക്കും. കാരണം നമ്മൾ ഫോർമൽ ആയിട്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫോർമൽ ആയിട്ടുള്ള ടേംസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇഹ് ബിൻ ദുർഗ സന്തോഷ് ഔസ് ഇന്ത്യൻ ഫ്രം ഇന്ത്യ. അപ്പൊ നമ്മളുടെ കൊമ്മെ ഔസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റി ഔസ് ഇന്ത്യൻ എന്ന് ആക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് എൻ്റെ വയസ്സാണ്. ഇഹ് ബിൻ 21 Jahre alt. എനിക്കിപ്പോൾ 21 years old ആണ്. ഓക്കെ, ഇഹ് ബിൻ 21 Jahre alt. യാരെന്ന് പറയരുത്, യാറയാവണം. കാരണം ഇയേഴ്സ് അല്ലേ, ഇയർ അല്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ നോക്കേണ്ടതാണ് ഈ വോണെ ഇൻ കേരള. ഞാൻ എവിടെയാ ലീവ് ചെയ്യുന്നേ? കേരളയിലാണ് അല്ലേ. അപ്പൊ ഇന്ത്യൻ്റെ കാര്യം ആദ്യം പറഞ്ഞു, അതിനുശേഷം ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം പറയണം. ഈ വോണെ ഇൻ കേരള. ഓക്കെ, ഇപ്പൊ ഞാൻ ആരുടെ ഒപ്പാണ് ജീവിക്കുന്നത്? യെറ്റ്സ്റ്റ് ലേബെ ഇഹ് മിറ്റ് മൈനർ ഫാമിലിയെ. ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഒപ്പാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഇതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? നമ്മുടെ ഒരു ഇന്റർവ്യൂവിൻ്റെ കേസിലേക്കാണ് യൂസ് ചെയ്യുക. അവർ പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ഈ സെന്റൻസ് പറഞ്ഞാൽ മതി. എങ്ങനെ പറയാ? Jetzt lebe ich mit meiner Familie. Meine Familie gehört Vater, Mutter und Schwester oder Bruder. നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എങ്ങനെ പറഞ്ഞത്? മൈൻ ഫാമിലിയെ ഗെഹ്യോട്ട്. എൻ്റെ ഫാമിലിയിൽ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആരാ? ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ. ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഇഹ് ബിൻ സ്റ്റുഡൻറ്റ് എന്ന് പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ അച്ഛൻ്റെ ജോലി എന്താണ്, നമ്മുടെ അമ്മയുടെ ജോലി എന്താണ്, നമ്മുടെ സിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കേസൊക്കെ പറയുമ്പോൾ മൈൻ ഫാദർ എർലേഡിക്റ്റ് ബൗ ഉണ്ടർനേമർ. എൻ്റെ ഫാദർ എന്താണ്? ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണ്. ഇതിപ്പോൾ എൻ്റെ കാര്യം പറയുന്നത്, നിങ്ങളുടെ കാര്യം നിങ്ങളത് മാറ്റണം. ഇപ്പോൾ കാർ ഡ്രൈവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൈൻ ഫാദർ എർലേഡിക്റ്റ് എന്താ ഔട്ട് ഓഫ് ഫാറർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം അമ്മയുടെ കേസ് പറയുമ്പോൾ മൈൻ മുട്ടർ ഈസ് ചൈൻ എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഉണ്ടി ഹാബ് എൻ ഷെസ്റ്റർ ആൻഡ് ഐ ഹാവ് എ സിസ്റ്റർ. സി ഇസ്റ്റ്, അവൾ എന്താ? ഒരു സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ, അല്ല ആർബൈറ്ററിൻ ആണെന്നുണ്ടെങ്കിൽ ആർബൈറ്ററിൻ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ എന്ന് പറയാം. അതല്ല, ഇതിന് മുന്നേ നമുക്ക് ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ എന്ന് പറയാവുന്നതാണ്. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഹോബീസ്. ഹോബീസ് പറയുമ്പോൾ എന്തൊക്കെ പറയാം? മൈൻ ഹോബീസ് സിൻഡ്. എൻ്റെ ഹോബീസ് ആർ. മൈൻ ഹോബി ഈസ്റ്റ് എന്ന് പറയരുത്. മൈൻ ഹോബി ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഹോബിയെ നമ്മൾ പറയുന്നുള്ളൂ. കുറേ ഹോബീസ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ സിൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. മൈൻ ഹോബി സിൻഡ് മുസിക് ഹോറൻ, ഡാൻസൻ, ഷ്വിമ്മൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ ആയില്ലേ? പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മുടെ മദർ ടങ്ങിനെ കുറിച്ചാണ്. മൈനെ മുട്ടർസ്പ്രാഹെ ഇസ്റ്റ് മലയാളം. എൻ്റെ മുട്ടർസ്പ്രാഹെ എന്താ? മലയാളമാണ്. പിന്നെ നമുക്ക് പറയാം ഔസർഡീം സ്പ്രഹെ ഇ. അതിനുശേഷം നമുക്ക് പറയാം നമ്മൾ എന്തൊക്കെ സംസാരിക്കും, വേറെ എന്ത് സംസാരിക്കണമെങ്കിലും ആൻഡ് ഞാൻ സ്പീക്ക് ചെയ്യും എന്തൊക്കെയാ? ഇംഗ്ലീഷ്, ഹിന്ദി, ഡോയ്ഷ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന് ശേഷം നമുക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? ഇൻ യാർ 2022 habe ich meine Abitur mit guten Noten bestanden. ഞാൻ 2022 എൻ്റെ അബിറ്റൂർ എന്ത് ചെയ്തു? നല്ല മാർക്കോട് കൂടി പാസ്സായി. അത് നിങ്ങളുടെ ഏതാ ഇയർ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് പറയണം. ഓക്കെ അല്ലേ? പിന്നെ പറയാം നമ്മൾ ഏതൊക്കെ മൊഡ്യൂൾസ് പാസ്സായി. ഇതൊക്കെ ഇന്റർവ്യൂവിന്റെ കേസ് മാത്രമാണ്. അപ്പൊ എങ്ങനെ പറയാം? ഇ ഹാബ്
alle Module bestanden. ഞാൻ എല്ലാ മൊഡ്യൂൾസും പാസ്സായി എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സ്വിച്ച് ഫാസ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മുടെ ഹോബീസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റേസിങ് ചെയ്യും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് റേസിങ് ചെയ്യാറ്, അതുവഴി എനിക്ക് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് അവർ ചോദിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ഫ്രൈ സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയാൻ നമ്മൾ അവസാനിപ്പിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ A1 ലെവലിലേ നമുക്കിങ്ങനെ പറയാം, das ist alles über mich. അത് കഴിഞ്ഞു, എന്താ, ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. das ist alles über mich. Danke für Ihre Aufmerksamkeit. നിങ്ങളിങ്ങനെ കേട്ട് തന്നതിന് നന്ദി പറയാം. Haben Sie noch eine Frage? Möchte ich beantworten. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ സ്വിച്ച് ഫാസ്റ്റലൻ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇനി സ്വിച്ച് ഫാസ്റ്റലൻ തെറ്റിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ, ചൂസ് ജിനൂസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.